എത്ര രൂപ കിട്ടുമെന്ന്. ഇത് ഒരു ദിവസത്തെ മാത്രം വരുമാനമാണ്. ആമമുട്ടയെക്കുറിച്ച് ചിലത് പറയാനുണ്ട്. ആദ്യം കഴുതയെക്കുറിച്ച് പറയാം. കഴുതയെ ആരും അങ്ങനെ നിസ്സാരമായി കാണരുത്. 1 ലിറ്റർ കഴുതപ്പാലിന് എന്താ വില എന്നറിയാമോ? അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടുക മാത്രമല്ല, ഈ ബിസിനസ് തുടങ്ങിയാലോ എന്ന് ഒരുപക്ഷെ നിങ്ങളും ചിന്തിച്ചെന്ന് വരാം. കഴുത വളർത്തൽ ബിസിനസിനെ കുറിച്ച് പറയുമ്പോൾ എന്ത് ലാഭം കിട്ടും എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അത് കഴുതയുടെ വിലയറിയാത്തത് കൊണ്ടാണ്. കഴുതപ്പാലിന് ഇപ്പോൾ വലിയ ഡിമാൻഡാണ്. രാജ്യത്ത് കഴുതകൾ കുറവായതിനാൽ കഴുതപ്പാൽ കിട്ടാനില്ല എന്നതാണ് ഇതിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നത്. കഴുതകളുടെ എണ്ണത്തിലുണ്ടായ കുറവ് മനസ്സിലാക്കി തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു പദ്ധതിക്ക് തയ്യാറായത്. പശുവിൻ പാലിനെ അപേക്ഷിച്ച് പോഷക ഗുണങ്ങളുടെ കാര്യത്തിൽ ഏറെ മുന്നിലാണ് കഴുതപ്പാൽ. അതുകൊണ്ട് തന്നെയാണ് അതിന് ഇത്രയധികം വില കിട്ടുന്നത്. നിലവിൽ 1 ലിറ്റർ കഴുതപ്പാലിന് 2000 രൂപ മുതൽ 7000 രൂപ വരെ വിലയുണ്ട്. സാഹചര്യങ്ങൾക്കും ഇടപാടുകൾക്കും അനുസരിച്ചാണ് അതിന്റെ ഡിമാൻഡ്. സാധാരണ ഫാമുകളിൽ ലിറ്ററിന് 3000 രൂപ മുതൽ 5000 രൂപ വരെ നിരക്കുകളിലാണ് കഴുതപ്പാൽ വിൽക്കുന്നത്. ഗുജറാത്തിലുള്ള ഹലാരി എന്ന ഇനത്തിൽപ്പെട്ട കഴുതകളുടെ പാലിനാണ് ഏറ്റവും കൂടുതൽ വിലയുള്ളത്. ഹലാരി കഴുതകളുടെ പാലിന് 7000 രൂപയാണ് ലിറ്ററിന്. അതുമാത്രമല്ല, കഴുതപ്പാൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന പൗഡറിന് കിലോയ്ക്ക് 1 ലക്ഷം രൂപ വരെ വിപണി വിലയുണ്ട്. എന്തുകൊണ്ടാണ് കഴുതപ്പാലിന് ഇത്രയധികം വില കിട്ടുന്നത് എന്നാണ് മനസ്സിലെങ്കിൽ അത് വഴിയെ പറയാം. അതിനു മുമ്പ് പദ്ധതിയെക്കുറിച്ച് ചില കാര്യങ്ങൾ. മുൻകാലങ്ങളിൽ ഭാരം വഹിച്ചു കൊണ്ടുപോകാനും ആളുകളുടെ സഞ്ചാരത്തിനുമൊക്കെയാണ് കഴുതകളെ ഉപയോഗിക്കാറുള്ളത്. ഗ്രാമീണ ഗതാഗതത്തിനോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പോലും കഴുതകൾ വലിയ പങ്ക് വഹിച്ചിരുന്നു. എല്ലായിടത്തും വാഹനങ്ങളും യന്ത്രങ്ങളും ഒക്കെ ആയപ്പോൾ ആ മേഖലകളിൽ നിന്നെല്ലാം കഴുതകൾ തഴയപ്പെട്ടു. അവയുടെ ആവശ്യം കുറവായതോടെ വളർത്തുന്നവർ മറ്റു വരുമാന മാർഗങ്ങളിലേക്ക് തിരിഞ്ഞതോടെ കഴുതകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി. ഈ കുറവ് നികത്താനായി കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുകയാണ്. കഴുത വളർത്തുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കുമായി വമ്പൻ സബ്സിഡി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വമ്പൻ സബ്സിഡി എന്ന് പറയുമ്പോൾ 50 ലക്ഷം രൂപ വരെയാണ് സബ്സിഡി ലഭിക്കുന്നത്. എന്തുകൊണ്ടാണ് കഴുതപ്പാലിന് ഇത്രയധികം വില കിട്ടുന്നത് എന്നതിന് സോപ്പ്, ചോക്ലേറ്റുകൾ, ഹെൽത്ത് സപ്ലിമെന്റുകൾ എന്നിവയുടെ ഒക്കെ നിർമ്മാണത്തിന് കഴുതപ്പാൽ ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് ഉത്തരം. പശുവും പാലിനേക്കാളും പോഷക ഗുണങ്ങളുണ്ട് കഴുതപ്പാലിനെന്ന് പറഞ്ഞല്ലോ. ഇതിലെ വിറ്റാമിനുകളും ധാതുക്കളും ചർമ്മത്തെ സോഫ്റ്റ് ആക്കാനും പ്രായം കുറയ്ക്കാനും ഒക്കെ സഹായിക്കുമെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കോസ്മെറ്റിക് കമ്പനികൾ ഇതിലേക്ക് തിരിഞ്ഞത്. സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെയും ഔഷധങ്ങളുടെയും നിർമ്മാണത്തിനായി കോസ്മെറ്റിക് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്കാണ് കഴുതപ്പാൽ ആവശ്യമായി വരുന്നത്. നാം സാധാരണയായി ഒരാളെ ആക്ഷേപിക്കാൻ വേണ്ടിയാണ് കഴുത എന്ന നാമം ഉപയോഗിക്കാറുള്ളത്. ഇപ്പോൾ കഴുതയുടെ വില മനസ്സിലായില്ലേ? കഴുത ഭാരം ചുമക്കുന്ന വെറുമൊരു മൃഗം മാത്രമല്ല, പരിഹസിക്കാനുള്ളതുമല്ല. കഴുതകളെ വളർത്താൻ നിങ്ങൾ റെഡിയാണോ? 50 ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ തരും. 2019 കന്നുകാലി സെൻസസ് പ്രകാരം 1.23 ലക്ഷം കഴുതകൾ മാത്രമാണ് രാജ്യത്തുള്ളത് എന്നാണ് കണക്ക്. 2012 അപേക്ഷിച്ച് ഇത് 60% കുറവാണ്. വെറും 7 വർഷം കൊണ്ടാണ് ഈ 60% കുറവ് വന്നത്. കഴുതകളുടെയും കുതിരകളുടെയും ഒട്ടകങ്ങളുടെയും എണ്ണത്തിൽ അടുത്ത കാലത്തായി വലിയ കുറവുണ്ടായിട്ടുണ്ട്. കഴുതകളുടെ കുറവ് നികത്തുന്നതിനു വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. കഴുത വളർത്തൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 50 ലക്ഷം രൂപ വരെയും ബ്രീഡിംഗ് ഫാമുകളോ ബീജകേന്ദ്രങ്ങളോ നിർമ്മിക്കുന്നതിന് സംസ്ഥാനത്തിന് 10 കോടി രൂപ വരെയും സഹായം നൽകാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷന്റെ കീഴിലാണ് പദ്ധതി. മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മൊത്തം പദ്ധതി ചെലവിന്റെ 50%, എന്നാൽ പരമാവധി 50 ലക്ഷം രൂപ വരെ സബ്സിഡി ലഭിക്കുന്ന പദ്ധതിയാണിത്. ഈ മേഖലയിലേക്ക് പുതിയ സംരംഭകരെ ആകർഷിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു പദ്ധതി. ഒരു അപൂർവ ബിസിനസ് എന്നതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കോമ്പറ്റീഷൻ വളരെ കുറവാണ് എന്നത് എടുത്തു പറയേണ്ടതാണ്. പുതിയ സാധ്യതകൾ തേടുന്നവർക്ക് ഒരു കൈ നോക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രൊജക്റ്റിന് ആകെ ആവശ്യമുള്ള പണം 1 കോടി രൂപയാണെങ്കിൽ അതിലേക്ക് 50 ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ സബ്സിഡിയായി നൽകും. ബാക്കി 50 ലക്ഷത്തിന് ബാങ്കിൽ നിന്ന് ലോണും കിട്ടും. ഒരു കഴുതയ്ക്ക് എന്ത് വില വരും എന്നായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ. ഒരു കഴുതയ്ക്ക് സാധാരണഗതിയിൽ 60,000 മുതൽ 1 ലക്ഷം രൂപ വരെ വില വരും. ഏറ്റവും കൂടുതൽ പാൽ വിലയുള്ള ഗുജറാത്തിലെ ഹലാരിക്കാണെങ്കിൽ 5 ലക്ഷം രൂപ വരെ വിലയുണ്ട്. ഈ പദ്ധതിയിലേക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയുമെന്ന് നോക്കാം. ഒരു കഴുത പ്രജനന യൂണിറ്റിന് യോഗ്യത നേടുന്നതിന് കുറഞ്ഞത് 50 പെൺകഴുതകളും 5 ആൺകഴുതകളും ഉണ്ടായിരിക്കണം. കഴുത ഫാം തുടങ്ങുന്നതിന് താല്പര്യമുള്ള വ്യക്തികൾ
സ്വയം സഹായ സംഘങ്ങൾ, FPO അഥവാ കർഷക ഉൽപാദക സംഘടനകൾ, ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ, ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സെക്ഷൻ 8 കമ്പനികൾ, കർഷക സഹകരണ സംഘങ്ങൾ തുടങ്ങിയവർക്കെല്ലാം പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. ഒരു കഴുതയിൽ നിന്ന് ഒരു ദിവസം വളരെ കുറച്ച് പാൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്നതുകൊണ്ടാണ് കഴുതപ്പാലിന് വിപണിയിൽ വലിയ ഡിമാൻഡുള്ളത്. സാധാരണയായി ദിനം പ്രതി 300 മില്ലി ലിറ്റർ മുതൽ 500 മില്ലി ലിറ്റർ വരെ പാൽ മാത്രമാണ് ഒരു കഴുതയിൽ നിന്ന് ലഭിക്കുക. മികച്ച ഇനങ്ങളിൽ നിന്ന് 2 ലിറ്റർ വരെ ലഭിച്ചേക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, 50 കഴുതകൾക്കും കൂടി ഒരു ദിവസം എത്ര പാൽ ലഭിക്കുമെന്ന്, അത് വിറ്റാൽ എത്ര രൂപ കിട്ടുമെന്ന്. ഇത് ഒരു ദിവസത്തെ മാത്രം വരുമാനമാണ്. കഴുതയുടെ പ്രധാന ഭക്ഷണം പശുവിനെ പോലെ തന്നെ പുല്ല്, വൈക്കോൽ, ധാന്യങ്ങൾ തുടങ്ങിയവയാണ്. പക്ഷേ പശുവിനേക്കാളും തീറ്റ ചെലവ് കുറവാണ്. പദ്ധതിക്ക് കുറച്ച് നിബന്ധനകളൊക്കെയുണ്ട്, അതൊക്കെ പറയുന്നുണ്ട്. NIM.udyamimitra.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പുതിയ കാലഘട്ടത്തിൽ കഴുതപ്പാൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഉയർന്ന ലാഭസാധ്യതയുള്ള പനീർ, സോപ്പ്, ലോഷൻ തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തിലേക്ക് കർഷകർ കടക്കുകയാണെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ അത് നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ കഴിയുന്നതിലൂടെ വലിയ മുന്നേറ്റമുണ്ടാക്കാനാവും. കഴുതയുടെ പാലിന് മാത്രമല്ല തോലിനും അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ ഡിമാൻഡാണുള്ളത്. എജിയാവോ എന്ന പരമ്പരാഗത ചൈനീസ് മരുന്നിന്റെ നിർമ്മാണത്തിന് വേണ്ടിയാണ് പ്രധാനമായും കഴുതയുടെ തോൽ ഉപയോഗിക്കുന്നത്. അതിനാൽ ഇത് കൂടുതലായും കയറ്റി അയക്കുന്നത് ചൈനയിലേക്കാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഏകദേശം 35 മുതൽ 45 US$ വരെയാണ് ഒരു തോലിന്റെ ശരാശരി വില. ചൈനയിൽ മാത്രം പ്രതിവർഷം 50 ലക്ഷം കഴുതത്തോലുകൾ ആവശ്യമാണെന്നാണ് കണക്കുകൾ പറയുന്നത്. വലിയ പദ്ധതി ആയതിനാൽ തന്നെ ലഭിക്കുന്ന സബ്സിഡി തുക എങ്ങനെ വിനിയോഗിക്കണമെന്ന് സർക്കാർ ഉറപ്പുവരുത്തും. സബ്സിഡി തുക വിനിയോഗിക്കുന്ന കാര്യത്തിൽ വ്യക്തമായ നിബന്ധനകളുണ്ട്. സബ്സിഡി തുക 2 ഘട്ടങ്ങളിലായാണ് ലഭിക്കുക. വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. കഴുതകൾ ഇന്ത്യൻ ബ്രീഡുകളായിരിക്കണം. വിദേശ ബ്രീഡുകൾക്ക് സബ്സിഡി ലഭിക്കില്ല. അപേക്ഷിക്കുന്നവർക്ക് ഭൂമിയുടെ ഉടമസ്ഥത ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം പ്രൊജക്ട് സൈറ്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത പാട്ടക്കരാർ ഉണ്ടായിരിക്കണം. അപേക്ഷകർക്ക് കന്നുകാലി പരിപാലനത്തിൽ പരിചയമോ പരിശീലനമോ ഉണ്ടായിരിക്കേണ്ടതാണ്. ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ എന്നിവ ആവശ്യമായി വരും. ഫണ്ടുകൾ എന്തിനൊക്കെ ഉപയോഗിക്കണമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഷെഡുകൾ, പാടശേഖരങ്ങൾ, ഷെൽട്ടറുകൾ എന്നിവയുടെ നിർമ്മാണത്തിന്, കഴുതകളെ വാങ്ങുന്നതിനായി, തീറ്റ, പരിചരണം, വെറ്റിനറി സഹായം എന്നിവയ്ക്കുള്ള ഉപകരണങ്ങൾ, കാലിത്തീറ്റ വികസന സംഭരണ യൂണിറ്റുകൾ എന്നിവയ്ക്കൊക്കെ സബ്സിഡി തുക ഉപയോഗിക്കാം. ഭൂമി വാങ്ങൽ, വാടക, വ്യക്തിഗത വാഹനങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി സബ്സിഡി തുക ഉപയോഗിക്കാൻ പാടില്ല. പ്രൊജക്ട് റിപ്പോർട്ടിൽ ചെലവുകൾ, കന്നുകാലികളുടെ നമ്പറുകൾ, ബിസിനസ് പ്ലാൻ എന്നിവ വിശദീകരിച്ചിട്ടുണ്ടായിരിക്കണം. അപേക്ഷ സ്റ്റേറ്റ് ഇംപ്ലിമെന്റ് ഏജൻസി അവലോകനം ചെയ്തതിനു ശേഷം അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ലോണിനായി ബാങ്കിനെ സമീപിക്കാം. സർക്കാർ അനുമതിയുള്ളതിനാൽ കാര്യങ്ങൾ എളുപ്പമാകും. ഈ ഘട്ടത്തിന് ശേഷമായിരിക്കും കേന്ദ്രം സബ്സിഡിക്ക് അന്തിമ അനുമതി നൽകുക. ഇൻഫ്രാസ്ട്രക്ചർ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും സബ്സിഡിയുടെ ആദ്യ ഗഡു ലഭിക്കുക. പ്രൊജക്ട് പൂർത്തിയായതിനു ശേഷം 2ാമത്തെ ഗഡു ലഭിക്കും. ഇത്രയുമാണ് കാര്യങ്ങൾ. പുതിയൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു കൈ നോക്കാവുന്നതാണ്. വലിയ സാധ്യതകളാണ് ഈ മേഖലയിലുള്ളത്. ഇനി ആമമുട്ടയെക്കുറിച്ച് പറയാം. കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിൽ കടലാമ സംരക്ഷണ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ പദ്ധതിയും ഇതുപോലെ പരിശോധിച്ചാൽ വളരെ ആഴത്തിലുള്ള സാധ്യതകളുള്ളതാണെന്ന് മനസ്സിലാവും. ആ പദ്ധതിയെ പരിഹസിച്ചുകൊണ്ടാണ് പലരും ആമമുട്ട പ്രയോഗവുമായി രംഗത്ത് വരുന്നത്. കാർഷിക പദ്ധതികളെക്കുറിച്ച് ചെയ്ത വീഡിയോയിൽ ചിലരൊക്കെ ആമമുട്ടയില്ലേ, ആമകൃഷിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. അതിനെക്കുറിച്ച് വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം. വീഡിയോ വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. അത്രയും നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ.